കേരളത്തിൽ നെൽകൃഷി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാശം എന്ന് പറയുന്നത് നെൽകൃഷി ആരും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. തെക്കൻ കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് 3/4 ഭാഗവും നെൽകൃഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന വിത്ത് വിത, കൊയ്ത്ത്, അതുപോലെ തന്നെ കറ്റയടിക്കലൊക്കെ. അപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഏറത്താണ്. ഇവിടെ കുറേ ചേട്ടന്മാർ ഇവിടെ നിന്ന് ഈ ഒരു കറ്റയടിക്കുന്നത് കണ്ടാണ് ഞാനിവിടെ ഇറങ്ങിയത്. നല്ലോണം അടിക്കണമല്ലേ? കൊഴിയത്തില്ല. വർഷങ്ങളായി ഇതുപോലുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന പാരമ്പര്യമുള്ളവരാണ് ഇവരൊക്കെ. ഇവർക്കൊക്കെ ഒരുപാട് നമ്മളോട് ഇതിനെപ്പറ്റി പറയാനുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്നൊരു സംഭവമല്ലേ? ഇപ്പോൾ നമ്മുടെ വയലുകളെല്ലാം നികത്തി മണിമാളികകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അന്നമാണ്. വടക്കൻ കേരളത്തിൽ ഏതാണ്ട് പകുതിയോളം നിൽക്കുക. ഇനി ഇത് എവിടെ അവസാനിക്കുമെന്ന് എനിക്കൊന്നും പറയാനറിയില്ല. അപ്പോൾ ഇത് ഇന്നലെ കൊയ്ത് വെച്ചത് ആരായിരുന്നു? പെണ്ണുങ്ങളുണ്ട്, കൊയ്യാൻ ആളുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ ഈ കറ്റ കെട്ടി വീടുകളിൽ കൊണ്ടുപോയി അവിടെ ഇല്ലേ നമ്മൾ സാധാരണ ഇങ്ങനെ അടിച്ച് നെല്ല് പൊഴിച്ചെടുക്കുന്നത്? അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം ഇത് ആർക്കും വേണ്ട. നെല്ല് ഇവിടെ ആർക്കും വേണ്ട. അരി ഇപ്പോൾ 50 രൂപ 60 രൂപ കൊടുത്ത് മേടിക്കാൻ അരി മേടിക്കാൻ പൈസ ഇല്ലെങ്കിലും 60 രൂപ കൊടുത്ത് അരി മേടിക്കാൻ തയ്യാറാണ് ജനങ്ങൾ. അരി മേടിക്കാൻ പൈസ ഇല്ല, എന്നാലും ഈ 60 രൂപ കൊടുത്ത് 50-60 രൂപ കൊടുത്ത് അരി മേടിക്കും. നിലങ്ങളിൽ പകുതി ഭാഗം റബ്ബറായി കഴിഞ്ഞ്, കുറേ ഭാഗം തെങ്ങായി കഴിഞ്ഞ്, ഇതിൻ്റെ ഇടയ്ക്ക് വാഴ, മറ്റു കാര്യങ്ങൾ, ഇതിൻ്റെ ഇടയ്ക്കാണ് പിന്നെ ഈ കണ്ടങ്ങൾ വരുന്നത്. ഈ ഒരു തലമുറയോട് നഷ്ടപ്പെട്ടു പോയാൽ എവിടെ അവസാനിക്കുന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഈ ഒരു തലമുറ ഉള്ളെന്ന് തോന്നുന്നു. ഈ തലമുറ കൊണ്ട് തെക്കൻ കേരളത്തിലൊക്കെ പൂർണ്ണമാവുമെന്ന് തോന്നുന്നു. ഒട്ടുമിക്ക വയലുകളും വീടുകളും അതൊക്കെ ആയി. വടക്കൻ കേരളത്തിൽ പകുതി നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടല്ലേ? ഇവിടെ ആ ഭാഗം പോയി കഴിഞ്ഞു. എൻ്റെ പേര് ഷാജി. 3/4 ഭാഗം ഇപ്പം തെക്കൻ കേരളം കൊണ്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ അണങ്കൽ എടുത്തിരിക്കുന്നത് എങ്ങനെ? അല്ല, ഇത് ഞങ്ങൾ അവിടുത്തെ ടാപ്പിംഗ് ആരാ, അപ്പം ഞങ്ങൾ അടിക്കാൻ കൂടുന്നത്. അത് അടിക്കാൻ പ്രത്യേകം അല്ലേ? അങ്ങനെ വേറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നടാൻ ആളില്ല, അത് കൊയ്യാൻ ആളില്ല, കള പറിക്കാൻ ആളില്ല. ഇത് തന്നെ ഇപ്പോൾ ഈ കറ്റ അടിക്കണമെങ്കിൽ തന്നെ ഞങ്ങളിവിടെ വന്ന് 2 ദിവസം വന്ന് കയറി ഇറങ്ങിയുണ്ട്. പണ്ടൊക്കെ സ്ത്രീകളല്ലേ ഏറ്റവും കൂടുതൽ 3 കിലോമീറ്റർ 2 കിലോമീറ്റർ ചുമന്ന് കൊണ്ടുവന്ന് വീട്ടുകളിൽ കൊടുത്ത് അന്ന് വീട്ടുകളിൽ കിട്ടുന്ന പദമായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശമ്പളം കൊടുത്താലും അവർക്ക് പോരാതിരിക്കുക. പിന്നെ 10-1 8-1 ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. പറയായിരുന്നു. പറയും ചങ്ങഴിക്ക് കൊടുക്കുന്നതായിരുന്നു കണക്ക്. നല്ല കുത്തിരി ചോറൊക്കെ കഴിക്കാൻ 10 പറ 8 പറ 10 പറയൊക്കെ അളന്നിട്ടിട്ട് 1 പറ നെല്ല് ശമ്പളമായിട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അതില്ല. ഇപ്പോൾ അതില്ലാത്തതെന്ന് പറഞ്ഞാൽ ജോലിക്കാരും ഇല്ല. അതേ നമ്മുടെ നാടുകളിൽ കൃഷി ഉണ്ടോ? ഇപ്പോൾ ഈ നെൽകൃഷി ഉണ്ടോ? ചുരുക്കം എന്ന് പറഞ്ഞാൽ ഈ മുതലാളി ഇത് തന്നെ ഇപ്പോൾ ഈ കണക്ക് നോക്കാൻ ഈ ജയിക്കുന്ന മുതലാളിക്ക് നഷ്ടമാണ് എന്ന് പറഞ്ഞാൽ എത്ര രൂപ ഇതിൻ്റെ കൊയ്ത്തുകൂലി, എത്ര രൂപ നടീക്കൂലി, അതിൻ്റെ വളം, കളയെടുപ്പ്, ഈ കറ്റ അടിക്കുന്നതിൻ്റെ കൂലി, കച്ചി വിറ്റാലും ആ പൈസ കിട്ടത്തില്ല. പിന്നെ ഇങ്ങനെ നടന്ന് പോച്ച കയറാതിരിക്കാൻ വേണ്ടി മുതലാളിമാർ ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഈ നെല്ലൊക്കെ ഇവർ വീട്ടുകാരന് ഉപയോഗിക്കാതെ പുറത്ത് കൊടുക്കുക? വീട്ടുകാർ ഉപയോഗിക്കുക. പുറത്തിപ്പം നെല്ലെടുക്കാനൊന്നും ആളില്ല. എല്ലാം ഇപ്പം പുറത്തുനിന്ന് ഇങ്ങോട്ട് കമ്പനിക്കാർ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് റേഷൻ കടയിലായാലും പലചരക്ക് കടയിലായാലും അരിയുണ്ട്. കാശ് കൊണ്ട് കൊടുക്കുമ്പോൾ അരിയുണ്ട്, ഇഷ്ടം പോലെ കിട്ടും. ഇപ്പം നെല്ലിൻ്റെ ഇതൊന്നുമില്ല. മറ്റേതെന്ന് പറഞ്ഞാൽ നെല്ല് കുത്തു പുഴുങ്ങി ഉണങ്ങി നമ്മൾ മില്ലിൽ കൊണ്ടുവന്ന് കുത്തും. ഇപ്പോൾ അങ്ങനെ ഉള്ള പരിപാടികളൊന്നും ഇവിടെ ഇല്ല. ഇന്നലെ ഇത് കൊയ്ത്ത് എങ്ങനെയായിരുന്നു? കൊയ്ത്ത് ഉത്സവമായിട്ട് വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല. 5-6 പേര് വന്ന് കൊയ്യുക, അവരെ ശമ്പളം വൈകിട്ട് മേടിക്കുക, പോകും. കൊയ്തിപ്പം ഈ ഇവിടെ തന്നെ ഇട്ടേക്കുക? ഇതിപ്പോൾ 4-5 ദിവസമായി കൊയ്തിട്ടിട്ട് ആളില്ല. ആ ഒരു സ്ഥിതിയിലേക്ക് എത്തി നമ്മുടെ നാടിനി എത്താനൊന്നുമില്ല. ഇനി എത്താനില്ല, എത്തി. അത്രയേ ഉള്ളൂ. നമുക്കെങ്ങനെ ഒരു ദിവസത്തെ ശമ്പളമാണോ? നമുക്ക് ഒരു ദിവസത്തെ ശമ്പളം. ചിലവും കഴിഞ്ഞ് 1000 രൂപ. നമ്മളിവിടെ വെച്ച് തന്നെ എല്ലാം തയ്യാറാക്കി ഈ പതിരും ഇതുമെല്ലാം തിരിച്ച് തന്നെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതേ കണക്കിന് കൊടുക്കുക. കച്ചി കുടയൊക്കെ ഇത് പണ്ടെന്ന് പറഞ്ഞാൽ ഇത് എല്ലാം വന്ന് നണിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുമായിരുന്നു. ഇപ്പോൾ അതും ഇല്ല. അതൊന്നുമില്ല. ഇത്ര അടിച്ചിട്ട് മാത്രം കൊടുത്താൽ മതി.
ഇതൊക്കെ വണ്ടി കയറ്റി അങ്ങ് പോക്കുള്ളൂ. ബാക്കി കച്ചയെല്ലാം കൊണ്ടുപോകത്തേ ഉള്ളൂ വണ്ടി. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ നാട് ഒരുപാട് മാറിയതിൻ്റെ കാഴ്ച. ഒരുപാടല്ല, മൊത്തം മാറി. നമ്മുടെ നെൽവയലുകളൊക്കെ വലിയ വലിയ സൗധങ്ങളായി മാറി. ഒപ്പം തന്നെ ജോലിക്ക് ആൾക്കാരില്ല. വയലെന്തിയപ്പോൾ വയലില്ല. മറ്റേത് നമ്മൾ അഞ്ചിഞ്ഞോട്ട് തിരിച്ച് അങ്ങ് ഏറെ അമ്പലത്തിൻ്റെ അവിടെ വരെ വയലായിരുന്നു, നിന്ന് കാണാമായിരുന്നു. ഇപ്പോൾ കാണാനൊക്കത്തില്ല. വയൽ നോക്കി നടക്കുന്ന ഇപ്പോൾ ആൾക്കാരില്ല. ഇപ്പോൾ വയലെല്ലാം കരയായി. തമിഴ്നാട്ടിലോട്ട് പോകണം വയൽ കാണണമെങ്കിൽ. ആ ഒരു സ്ഥിതിയിലേക്ക് എത്തി. ഇപ്പം എന്തായാലും നമ്മുടെ നാട്ടിൽ ഈ ഒരു കൊയ്ത്ത് ഉത്സവമൊക്കെ കണ്ട് മറന്ന നാളുകൾ കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഈ ഒരു കൊയ്ത്ത് പോലും നമുക്ക് കാണാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വരും. ഇന്നിപ്പം ഇതിന് ജോലിക്കാരില്ല. ഈ കൊയ്ത്തുകാർ കൊയ്ത് കണ്ട ഈ ഒരു പാടത്ത് തന്നെ ഇട്ടിരിക്കുകയാണ് ഈ ഒരു കതിര്. 2, 3, 4 ദിവസം ഈ ഒരു കതിര് ഇവിടെ തന്നെ കിടന്നു. അപ്പോൾ തന്നെ ഇത് കറ്റ അടിക്കാൻ വേണ്ടി ആളുകളില്ലായിരുന്നു. അതിന് ആളുകളെ പ്രത്യേകം കൂലിക്ക് നിർത്തിയിരിക്കുന്ന അത് അടിക്കുന്ന ഒരു കാഴ്ച. ഈ അടിച്ചു കഴിഞ്ഞാൽ ഇത്രയും കഴിയുമ്പോഴത്തേനും ഇവരുടെ ജോലി കഴിയും. പിന്നെ വേറെ ആരെങ്കിലും വന്ന് വേണം ഇതൊരു പതിരൊക്കെ കൊണ്ടുപോവുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു കണ്ടം കൊയ്താൽ പിന്നെ 2 കിലോമീറ്റർ ആ കറ്റയും കൊണ്ട് ചുമക്കണം. 2 കിലോമീറ്റർ. അതുപോലെ തന്നെ പാടത്ത് വെച്ച് എത്രയോ എണ്ണത്തിന് പാമ്പ് കടിച്ച് മരിച്ചിട്ടുണ്ടെന്നറിയോ. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 മീറ്റർ 100 മീറ്റർ ഇടവിട്ട് റോഡാണ്. അന്ന് 2 കിലോമീറ്റർ 3 കിലോമീറ്ററൊക്കെ നടക്കണം ഒരു പാടത്തു നിന്ന് ആ മലയാളിയുടെ വീട്ടിൽ കറ്റ കൊണ്ടുപോകും. ആഹാരമൊന്നും വലിയതായിട്ടില്ലായിരുന്നു. അതിലില്ല, ആഹാരമില്ല. നമുക്ക് അന്ന് ഇതേ ഉള്ളൂ, നെല്ല് മാത്രമേ. അന്ന് ഒരു ഇത്ര 10 എത്ര പറയാനൊന്നറിയില്ല. കുഞ്ഞിൻ്റെ ഉള്ള അനുഭവം. കഞ്ഞിയൊക്കെ നമുക്ക് അന്ന് ഉച്ചയ്ക്ക് കിട്ടുന്ന അന്ന് കഞ്ഞിയാ. അത് വീട്ടിൽ നിന്ന് കൊണ്ടുവരുമോ അതോ? അത് അന്ന് കഞ്ഞി കുടിക്കാൻ ആരും നിൽക്കുകയല്ല. ഈ നെല്ലിൻ്റെ ഏർപ്പാടേ ഉള്ളൂ. കൂലി നെല്ലാണ്. ഇന്ന് കൂലിക്ക് നെല്ലിനെ വിളിച്ചാൽ ഒരു കുഞ്ഞുങ്ങൾ കാണിയേ. കൃഷിയോട് ആരും ഒന്നാമത് യോജിക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ കണ്ടം കൊത്തിച്ചവിട്ടി ഇത് വിതയ്ക്കണം, പിന്നെ ഞാറിടണം, പിന്നെ അത് കഴിഞ്ഞ് കൊയ്യണം, പിന്നെ അത് അടിക്കണം, പിന്നെ അത് അരിയാവണമെങ്കിൽ അത് നെല്ല് ഉണക്കി അത് പുഴുങ്ങിയെടുക്കണം, പിന്നെ അത് പുഴുങ്ങിയെടുത്തതിന് ശേഷം കുത്തിയിട്ട് വീണ്ടും പാറ്റണം, പിന്നെ പാറ്റിക്കഴിഞ്ഞ് പിന്നെ അത് ചോറ് വെക്കണം. ഇത് പക്ഷേ ഈ തലമുറയ്ക്ക് ഏതാണ്ട് ഒരു 90% പിള്ളേർക്കും അറിയത്തില്ല എന്താണ് അരിയാന്നറിയാം, പക്ഷേ ഇതിൻ്റെ ഉൽപ്പാദന രീതി അറിയത്തില്ല. അവർ വിചാരിച്ചിരിക്കുന്ന കടയിൽ പോയി വാങ്ങിക്കുക.